എല്ലാവരും കാണാമല്ലോ, ഇതൊരു സാധാ തേങ്ങയാണ്, വേറെ പരിപാടികളൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് തേനാണ്, നമുക്കറിയാം. ഇത് ഒറിജിനൽ തേനാണ്. നിങ്ങൾക്കറിയാം, ഉറുമ്പൊക്കെ അത് വേണ്ടി ചെത്ത് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു പഴയ തേനാണ്, നമ്മളിരുന്ന തേനാണ്. ഇനി ഞാൻ ഈ തേങ്ങയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. തേങ്ങ ഒഴിക്കണം, തുണ്ട് പോകാതിരിക്കും. ഈ തുണ്ട് പോകാത്ത രീതിയിൽ നമ്മൾ പൊതിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ തേങ്ങയാണ് നമുക്ക് വേണ്ടത്. ഇത് തുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മാട്രിക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതായത് നമ്മുടെ പൊട്ടാസ്യം പെർമാനേറ്റും ഗ്ലിസറിനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ പൊട്ടാസ്യം പെർമാനേറ്റും ഗ്ലിസറിനും നമുക്ക് രണ്ടും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോലും കിട്ടുന്ന രണ്ട് കെമിക്കലുകളാണ്. ഇത് ഡിസൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം പെർമാനേറ്റ്. മാത്രമല്ല ഇതൊരു ഓക്സിഡൈസറാണ്, അതായത് ഓക്സിജൻ കൊടുക്കുന്ന ഒരു തരം രാസവസ്തുവാണിത്. ഈ ഗ്ലിസറിൻ പൊട്ടാസ്യം പെർമാനേറ്റ് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് തീ വിടുന്ന രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷനുകൾ ഉണ്ടാകുന്നത് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ഇതിവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പൊട്ടാസ്യം പെർമാനേറ്റിൽ നിന്നും ഓക്സിജൻ ഗ്ലിസറിൻ വലിച്ചെടുത്ത് ഗ്ലിസറിൻ കത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ശരിക്കും ഈ റിയാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ തീയായി. ഇത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന രണ്ട് കെമിക്കലുകളാണ്. അപ്പോൾ നമുക്ക് ഇതിന് പിന്നിൽ ട്രിക്ക് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് മറ്റേ മാജിക് ട്രിക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി തേങ്ങയിൽ നിന്ന് തീ വരുന്ന ആ ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ചെറിയ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു തേനിൽ നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കുക. ഗ്ലിസറിൻ കുറച്ച് ചേർത്ത ഒരു തേൻ ഉണ്ടാക്കുക. അതായത് ഗ്ലിസറിൻ മിക്സ് ചെയ്ത തേൻ ഉണ്ടാക്കണം. ഇത് രുചിച്ച് നോക്കിയാലും മധുരം തന്നെ ആയിരിക്കും, കാരണം ഗ്ലിസറിനും മധുരമാണ്, തേനും മധുരവും. മാത്രമല്ല ഗ്ലിസറിൻ കുറച്ച് ഉള്ളിൽ ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫേക്ക് തേൻ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തൊണ്ടോടുകൂടി പൊതിച്ച് വെച്ച തേങ്ങയിൽ തൊണ്ടിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് വകഞ്ഞു വയ്ക്കാം. തൊണ്ടിൻ്റെ ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കുഴിച്ച് മാറ്റിയിട്ട് ഇതുപോലെ തൊണ്ട് ചെറുതായിട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് ഇടും. അങ്ങനെ പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ടിട്ട് ആരും കാണാത്ത രീതിയിൽ തൊണ്ടുകൊണ്ട് തന്നെ മറച്ചു വയ്ക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പൊട്ടാസ്യം പെർമാനേറ്റ് ഉണ്ടെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു തേങ്ങയാണെന്നേ വിചാരിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആ തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കത്തുന്നത് കാണാം. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തേൻ ഒഴിക്കാം. തേൻ ഒഴിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ പറ്റിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇതിനകത്ത് തേൻ ഒഴിക്കാം. ഈ തേനെന്ന് പറയുമ്പോൾ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ, ഗ്ലിസറിൻ കുറച്ച് ഒഴിക്കാവൂ. കൂടുതലായിപ്പോയാൽ തീ അങ്ങനെ കത്തൂല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് താനെ ഈ തേങ്ങയിൽ നിന്ന് തീ കത്തുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഇന്നത്തെ കാലത്തും ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിഭയങ്കരമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ചൂടിലാണ് ഈ തേങ്ങ ഇത് കത്തുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തായാലും ഇതിൻ്റെ പിന്നിൽ ട്രിക്ക് അറിഞ്ഞുകൂടാത്തവരുടെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതുപോലെ ലോകം മുഴുവനും ഇതുപോലെ മന്ത്രവാദികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഇതുപോലെ രസതന്ത്രത്തിലെ പലതരം ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പല മാജിക്കുകളും കാണിച്ചിരുന്നത്. അപ്പോൾ അവരെ ഒരു ശരിക്കുള്ള കഴിവുള്ള ഒരു ഭയങ്കര അത്ഭുത സിദ്ധികളുള്ള മന്ത്രവാദികളായിട്ട് കരുതിയിരുന്നു അന്നത്തെ കാലത്ത്. ലോകമെമ്പാടും ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ഈ കെമിക്കലിൻ്റെ ട്രിക്കുകളാണ് അന്ന് അവർ കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള ട്രിക്കുകൾ, അതായത് കെമിക്കൽ ഉപയോഗിച്ചുള്ള മാജിക് ട്രിക്കുകളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ഇതുപോലുള്ള കെമിക്കൽ ഉപയോഗിച്ചുള്ള മാജിക് ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ പിന്നിലെല്ലാം ഈ സയൻസാണ്, ശരിക്കും ഞാൻ പറഞ്ഞു തന്നതുപോലെ കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.